നമസ്കാരം. ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. എല്ലാ വിഭാഗം ജനങ്ങളുടെയും സഹകരണത്തോടെ കേരളത്തിൽ ലഹരി വിരുദ്ധ പ്രസ്ഥാനം നടപ്പാക്കുമെന്ന് മന്ത്രി എം പി രാജേഷ്. ലഹരിവേട്ടയ്ക്കപ്പുറമുള്ള സാമൂഹ്യ ഇടപെടൽ എക്സൈസ് നടത്തുന്നുണ്ട്. ലഹരിക്കെതിരെ കേരളം ഒറ്റക്കെട്ടായി നിൽക്കുക എന്ന നിലപാടല്ല പ്രതിപക്ഷ നേതാവ് സ്വീകരിക്കുന്നതെന്നും മന്ത്രി. താനും മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും തമ്മിൽ അഭിപ്രായ ഭിന്നതയുണ്ടെന്ന പ്രചരണം അടിസ്ഥാനരഹിതമെന്ന് ജനതാദൾ എസ് സംസ്ഥാന പ്രസിഡന്റ് മാത്യു ടി തോമസ്. കേരളത്തിൽ പുതിയ പാർട്ടി രൂപീകരിക്കേണ്ടി വരും. പാർട്ടിയുടെ പേരിൽ ജനതയുണ്ടാകും. ബിജെപിയുമായി സഹകരിക്കുന്ന കേന്ദ്ര കമ്മിറ്റി നിലപാട് അംഗീകരിക്കാനാകില്ലെന്നും മാത്യു ടി തോമസ്. പാലക്കാട്ട് ജനതാദൾ നേതൃയോഗം. ഒറ്റപ്പാലത്തെ വിദ്യാർത്ഥിയുടെ മൂക്കിടിച്ചു തകർത്ത സംഭവത്തിൽ പ്രതിയായ സഹപാഠിയെ പോലീസ് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടെന്ന് പരിക്കേറ്റ കുട്ടിയുടെ പിതാവ്. മകന്റെ മൊഴി ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല. പോലീസ് ഉദ്യോഗസ്ഥർ ഫോൺ എടുക്കാൻ പോലും തയ്യാറാകുന്നില്ലെന്നും രാഷ്ട്രീയ ഇടപെടലുണ്ടെന്ന് സംശയിക്കുന്നതായും പരാതി. തമ്പോല ടീമിന്റെ പിന്തുണയുണ്ടെന്ന് പറഞ്ഞ് പ്രതി നിരന്തരം മകനെ ഭീഷണിപ്പെടുത്തിയിരുന്നതായും കുട്ടിയുടെ അച്ഛൻ. ആത്മസംസ്കരണത്തിന്റെ വ്രതപുണ്യവുമായി റംസാൻ മാസത്തിന് തുടക്കം. മനസ്സും ശരീരവും പാകപ്പെടുത്തി വിശ്വാസികൾ പുണ്യമാസത്തെ വരവേറ്റു. മാസപ്പിറവി കണ്ടതോടെ പള്ളികൾ പ്രാർത്ഥനാ നിർഭരം. അയ്യയ്യോ ആർപ്പുവിളികളോടെ ചിനക്കത്തൂർ പൂരത്തിന് ആവേശക്കൊടിയേറ്റം. രാത്രിയിൽ കൊടിയേറ്റ ചടങ്ങ് നടന്നത് ആചാര തനിമയോടെ. സമ്പൂർണതയുടെ വള്ളുവനാടൻ പൂരം മാർച്ച് 12-ന്. വാർത്തകൾ വിശദമായി. എല്ലാ ജനവിഭാഗങ്ങളെയും ഉൾപ്പെടുത്തി സംസ്ഥാനത്ത് ലഹരി വിരുദ്ധ പ്രസ്ഥാനം നടപ്പാക്കുമെന്ന് മന്ത്രി എം പി രാജേഷ്. ലഹരി വേട്ടയ്ക്കപ്പുറമുള്ള സാമൂഹ്യ ഇടപെടൽ കേരളത്തിൽ എക്സൈസ് നടത്തുന്നുണ്ട്. ലഹരി വിഷയം ഒരു രാഷ്ട്രീയ തർക്കമാക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും ഇക്കാര്യത്തിൽ പ്രതിപക്ഷ നേതാവ് ഉത്തരവാദിത്വപരമായ നിലപാട് സ്വീകരിക്കണമെന്നും മന്ത്രി തൃശൂരിൽ ആവശ്യപ്പെട്ടു. ലഹരി, വയലൻസ് തുടങ്ങിയ വിഷയങ്ങളിൽ കുറച്ചുകൂടി ഉത്തരവാദിത്തപരമായ സമീപനം പ്രതിപക്ഷ നേതാവ് സ്വീകരിക്കണമെന്നും മന്ത്രി തൃശൂരിൽ ആവശ്യപ്പെട്ടു. രാഷ്ട്രീയ ദുരാരോപണങ്ങൾ ഉന്നയിക്കാനാണ് പ്രതിപക്ഷ നേതാവ് ഇപ്പോഴും ശ്രമിക്കുന്നത്. ഇതൊരു രാഷ്ട്രീയ തർക്കമാക്കി മാറ്റരുതെന്നാണ് തങ്ങളുടെ ആഗ്രഹമെന്നും മന്ത്രി പറഞ്ഞു. അദ്ദേഹം ആവർത്തിച്ച് രാഷ്ട്രീയ ദുരാരോപണം ഉന്നയിക്കുമ്പോൾ അതിന് മറുപടി പറയാൻ നിർബന്ധിതമാവുകയാണ്. ഇതിനെ രാഷ്ട്രീയ തർക്കമാക്കി മാറ്റരുതെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ അദ്ദേഹത്തിന് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. ലഹരി മാഫിയയ്ക്ക് ഒരു ലക്ഷ്യം എന്താ? ലഹരിയിൽ നിന്ന് സാമ്പത്തിക ലാഭം ഉണ്ടാക്കലാണ്. പ്രതിപക്ഷ നേതാവിന്റെ ലക്ഷ്യം എന്താ? ലഹരിയിൽ നിന്ന് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കലാണ്. ചെറിയ വ്യത്യാസമുള്ളൂ രണ്ടും തമ്മിൽ. ലഹരിയിൽ നിന്ന് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള നിരുത്തരവാദപരമായ പ്രസ്താവനകളാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. മയക്കുമരുന്നും സിന്തറ്റിക് ഡ്രഗും ഉയർത്തുന്നത് വലിയ വെല്ലുവിളിയാണ്. കുറച്ച് ദിവസങ്ങളായി ചർച്ചയാകുന്നത് കൗമാരക്കാരിൽ വളർന്നുവരുന്ന വയലൻസ് ആണ്. ലഹരിവേട്ടയ്ക്ക് അപ്പുറമുള്ള സാമൂഹ്യ ഇടപെടലാണ് കേരളത്തിൽ എക്സൈസ് നടത്തുന്നതെന്നും അതിവിപുലമായ ക്യാമ്പയിൻ ലഹരിക്കെതിരെ കേരളം ഏറ്റെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു. എല്ലാ യുവജന വിദ്യാർത്ഥി സംഘടനകളെയും കൂട്ടായ്മകളെയും ഉൾപ്പെടുത്തി സംസ്ഥാനത്ത് ലഹരി വിരുദ്ധ പ്രസ്ഥാനം നടപ്പാക്കും. ലഹരി എന്ന സാമൂഹ്യ വിപത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ നിന്ന് സർക്കാർ ഒരിഞ്ച് പിന്നോട്ട് പോകില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ലഹരി ഒരു സാമൂഹിക വിപത്താണ്. ആ നിലയിൽ സമൂഹം ഒറ്റക്കെട്ടായിട്ട് അണിനിരന്നാണ് അതിനെ നേരിടേണ്ടത്. അതിന് സംസ്ഥാന സർക്കാർ നേതൃത്വം കൊടുത്തിട്ടുണ്ട്. ആ ക്യാമ്പയിൻ കൂടുതൽ ശക്തമായിട്ട് തുടരും. എല്ലാവരെയും അണിനിരത്തിക്കൊണ്ടുള്ള യോജിച്ച ഒരു ക്യാമ്പയിൻ ഇനിയും തുടരും. സമൂഹത്തിലെ എല്ലാ ജനവിഭാഗങ്ങളെയും, ഇതിൽ കക്ഷി രാഷ്ട്രീയ ജാതി മത വേർതിരിവൊന്നും സർക്കാർ ആഗ്രഹിക്കുന്നില്ല, ഉദ്ദേശിക്കുന്നില്ല. കേരളം ഒറ്റക്കെട്ടായിട്ട് ഇതിനെതിരായിട്ട് അണിനിരക്കേണ്ടത്. സിന്തറ്റിക് ലഹരിയുടെ ഉറവിടം കേരളമല്ല, ഇതര സംസ്ഥാനങ്ങളിൽ നിന്നാണ് ലഹരി എത്തുന്നത്. പ്രധാന തുറമുഖങ്ങൾ വഴിയാണ് വിദേശത്ത് നിന്ന് രാജ്യത്തേക്ക് ലഹരി എത്തുന്നത്. ആൻഡമാൻ രാസലഹരിയുടെ പ്രധാന കേന്ദ്രമാണെന്ന് കണ്ടെത്തിയത് കേരള എക്സൈസ് ആണെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. കക്ഷി രാഷ്ട്രീയത്തിനതീതമായി മയക്കുമരുന്ന് എന്ന വിപത്തിനെ നേരിടാൻ എല്ലാവരും ഈ ഘട്ടത്തിൽ ഒന്നിച്ചു നിൽക്കണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. താനും മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും തമ്മിൽ അഭിപ്രായ ഭിന്നതയുണ്ടെന്ന പ്രചരണം അടിസ്ഥാനരഹിതമെന്ന് ജനതാദൾ എസ് സംസ്ഥാന പ്രസിഡന്റ് മാത്യു ടി തോമസ്. പാലക്കാട്ട് ജനതാദൾ നേതൃയോഗം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ പുതിയ പാർട്ടി രൂപീകരിക്കേണ്ടി വരുമെന്നും പാർട്ടി പേരിൽ ജനതയുണ്ടാകുമെന്നും മാത്യു ടി തോമസ് പറഞ്ഞു. ബിജെപിയുമായി സഹകരിക്കുന്ന കേന്ദ്ര കമ്മിറ്റി നിലപാട് അംഗീകരിക്കാനാകില്ല. കേരളത്തിലെ പാർട്ടി നിലപാട് എന്തെന്ന പ്രവർത്തകരുടെ ചോദ്യത്തിന് താമസിയാതെ ഉത്തരം കിട്ടും. കൂറുമാറ്റ നിരോധന നിയമം ബാധകമാകാതിരിക്കാനാണ് ഈ സ്ഥിതി തുടരുന്നത്.
ബ്രൂവറി, സ്വാശ്രയ കോളേജ് വിഷയങ്ങളിലുള്ള നിലപാട് LDF-ൽ അറിയിച്ചിട്ടുണ്ടെന്നും മാത്യു ടി തോമസ് പറഞ്ഞു. നമ്മുടെ രാഷ്ട്രീയം കോൺഗ്രസ് ഇതര BJP വിരുദ്ധ രാഷ്ട്രീയമാണ്. അത് ദേശീയ തലത്തിൽ അംഗീകരിച്ച രാഷ്ട്രീയ നയമാണ്. ആ രാഷ്ട്രീയ നയം സ്വീകരിക്കുവാനുണ്ടായ പലതരത്തിലുള്ള ലോജിക്കാണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ച ഈ കാലഘട്ടത്തിൽ അത്രയും നാടിന് അല്ലെങ്കിൽ രാജ്യത്തിനുണ്ടായ അനുഭവങ്ങൾ, വിവിധ ഭരണകർത്താക്കളുടെ കീഴിലുണ്ടായ അനുഭവങ്ങൾ. ഈ BJP വിരുദ്ധ കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ സ്വാഭാവികമായ ഒരു ഇടമാണ് കേരളത്തിന്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. BJP വിരുദ്ധമാണ് മുന്നണി, കോൺഗ്രസ് ഇതരമാണ് മുന്നണി. അതുകൊണ്ട് ജനതാദൾ സ്വീകരിച്ചിരിക്കുന്ന രാഷ്ട്രീയ നിലപാടിന്റെ ഒരു സ്വാഭാവികമായ ഇടം അതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ഒരു പ്രത്യേകത നമ്മൾ തിരിച്ചറിയണം. പാലക്കാട്, തൃശൂർ, മലപ്പുറം ഉൾപ്പെട്ട മേഖലാ നേതൃയോഗമാണ് പാലക്കാട്ട് നടന്നത്. സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് V. മുരുകദാസ് അധ്യക്ഷത വഹിച്ചു. മന്ത്രി K. കൃഷ്ണൻകുട്ടി, ജനറൽ സെക്രട്ടറിമാരായ സാബു ജോർജ്, PP ദിവാകരൻ, R. മുഹമ്മദ് ഷാ, ബാലസുബ്രഹ്മണ്യൻ, ജില്ലാ പ്രസിഡന്റുമാരായ CT ജോഫി, KR ഗോപിനാഥ്, സംസ്ഥാന സെക്രട്ടറി T. മഹേഷ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഒറ്റപ്പാലത്ത് ITI വിദ്യാർത്ഥിയുടെ മൂക്കിടിച്ച് തകർത്ത സംഭവത്തിൽ അറസ്റ്റ് ചെയ്ത സഹപാഠിയായ പ്രതിയെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടെന്ന് മർദ്ദനമേറ്റ വിദ്യാർത്ഥിയുടെ പിതാവ് ജയചന്ദ്രൻ. തമ്പോല ടീമിന്റെ പിന്തുണയുണ്ടെന്ന് പറഞ്ഞ് പ്രതി മകനെ ഭീഷണിപ്പെടുത്തിയിരുന്നതായും പിതാവ് പറഞ്ഞു. സഹപാഠിയുടെ മർദ്ദനമേറ്റ സ്വകാര്യ ITI-യിലെ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി ഷൊർണൂർ കുളങ്ങരപ്പറമ്പിൽ 20 വയസ്സുള്ള KK സാജൻ ഇപ്പോഴും ചികിത്സയിലാണ്. കോടതിയിൽ ഹാജരാക്കേണ്ട പ്രതിയെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചെന്ന് മർദ്ദനമേറ്റ കുട്ടിയുടെ പിതാവ് പറഞ്ഞു. പരിക്കേറ്റ മകന്റെ മൊഴി പോലും ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല. ആദ്യം മുതൽ കേസ് ഒതുക്കി തീർക്കാൻ ശ്രമം നടന്നു. പോലീസ് ഉദ്യോഗസ്ഥരെ വിളിച്ചിട്ടും ഫോൺ എടുക്കാൻ തയ്യാറാകുന്നില്ല. പ്രതിയുടെ രാഷ്ട്രീയ സ്വാധീനമാണ് ഇതിനു പിന്നിലെന്ന് സംശയിക്കുന്നു. CCTV ദൃശ്യങ്ങളിലൂടെ കാര്യങ്ങൾ വ്യക്തമാണ്. ബോധപൂർവമാണ് മകന് നേരെ ആക്രമണം നടന്നത്. മകൻ ആശുപത്രിയിൽ കഴിയുമ്പോൾ പ്രതി മറ്റുള്ളവരെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയാണ്. തമ്പോല ടീമിന്റെ പിന്തുണയുണ്ടെന്ന് പറഞ്ഞ് നിരന്തരം പ്രതി മകനെ ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്നും കുട്ടിയുടെ പിതാവ് പറഞ്ഞു. SI-നെ വിളിച്ചിട്ട് SI ഫോൺ എടുക്കുന്നില്ല. എൻ്റെ അടുത്ത് 170 BNS സെക്ഷൻ 117 ക്ലോസ് 2 പ്രകാരമാണ് 7 വർഷം വരെ പിന്നെ ശിക്ഷ കിട്ടാവുന്ന വകുപ്പ് പ്രകാരമുള്ള ജാമ്യമില്ലാ കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. പക്ഷെ സ്റ്റേഷനിൽ ജാമ്യത്തിൽ വിട്ടു എന്നാണ് ഇപ്പൊ കിട്ടിയ അറിവ്. അത് മാത്രമല്ല, സങ്കടകരമായ ഒരു അവസ്ഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ മോന്റെ മൊഴി പോലും ഇതുവരെ പോലീസ് രേഖപ്പെടുത്തിയിട്ടില്ല. എന്റെ മോന്റെ മൊഴി രേഖപ്പെടുത്തി യഥാർത്ഥ വസ്തുതകൾ പോലീസ് മനസ്സിലാക്കുന്നതിന് മുൻപ് തന്നെ പ്രതിനെ ജാമ്യത്തിൽ വിട്ടു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതൊരു വളരെ സങ്കടകരമായ ഒരു അവസ്ഥയാണ്. പോലീസിന് നോൺ ബെയിലബിൾ ഒഫൻസ് ആണ്. പോലീസ് കോടതിയിൽ നിന്ന് ജാമ്യം എടുക്കേണ്ട വകുപ്പാണ്. പക്ഷെ പോലീസ് തന്നെ വിട്ടു എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. രാഷ്ട്രീയ സ്വാധീനമാവാനാണ് സാധ്യത. രാഷ്ട്രീയ ഉന്നതന്മാരുടെ സ്വാധീനമാവാനാണ് സാധ്യത. മോൻ ഇപ്പോഴും രാത്രി മുഴുവൻ കടുത്ത പനിയായിരുന്നു മോനെ. ഡോക്ടർ ഇപ്പോൾ ഒബ്സർവേഷന് വേണ്ടി ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് പരിശോധനയ്ക്ക് വേണ്ടിയിട്ട്. ഞങ്ങൾ ഓപ്പറേഷൻ തിയേറ്ററിന്റെ മുൻപിൽ കാത്തിരിക്കുകയാണ്. അപ്പോഴാണ് എനിക്ക് വിവരം അറിഞ്ഞത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മണ്ണൂർ നഗരിപ്പുറം തരുവത്തുപടി ഗ്രാമീണ റോഡിൽ അഴുക്കുചാൽ നിർമ്മാണം പുരോഗമിക്കുന്നു. ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ 10 ലക്ഷം രൂപ ചിലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഇതോടെ മഴക്കാലത്തെ റോഡിലെ വെള്ളക്കെട്ട് മൂലം ഉണ്ടായിരുന്ന യാത്രക്കാരുടെ ദുരിതത്തിന് ശാശ്വത പരിഹാരമാകും. 1.5 കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡിൽ മഴക്കാലത്ത് മുട്ടോളം വെള്ളം കെട്ടി നിൽക്കുന്നത് മൂലം യാത്രക്കാർക്കും പരിസരവാസികൾക്കും ഏറെ പ്രയാസമായിരുന്നു. വിദ്യാർത്ഥികളടക്കമുള്ളവർ ദുരിതം പേറിയായിരുന്നു യാത്ര. പ്രദേശത്തെ നാട്ടുകാരുടെ നിരന്തര ആവശ്യത്തെ തുടർന്നാണ് നടപടി. ഇക്കാര്യം സൂചിപ്പിച്ച് നാട്ടുകാർ പഞ്ചായത്ത് പ്രസിഡന്റിനെ സന്ദർശിച്ചിരുന്നു. 200-ലേറെ കുടുംബങ്ങളുടെ ഏക ആശ്രയമായിരുന്നു റോഡ്. അഴുക്കുചാൽ വന്നതോടെ പ്രദേശനിവാസികളും ഏറെ സന്തോഷത്തിലാണ്. മണ്ണൂർ പഞ്ചായത്ത് പ്രസിഡന്റ് S. അനിത, വൈസ് പ്രസിഡന്റ് OV സ്വാമിനാഥൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PS. അബ്ദുൽ മുത്തലവി, വാർഡ് അംഗം AA. ഷിഹാബ് എന്നിവർ സ്ഥലം സന്ദർശിച്ചു. നിലവിൽ പാർട്ടിയുമായും ആലോചിച്ചുകൊണ്ട് പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഫണ്ട് 10 ലക്ഷം രൂപ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞ വർഷം തന്നെ നമ്മൾ ഈ പദ്ധതി നടത്തി കൊടുക്കാം എന്നവർക്ക് ഉറപ്പ് നൽകിയിരുന്നു. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയും കൃത്യമായി വന്ന് ഇടപെട്ടുകൊണ്ട് 10 ലക്ഷം രൂപ ഇതിലേക്ക് അനുവദിച്ചു തന്നു. അപ്പോൾ അതിന്റെ പ്രവൃത്തികളെല്ലാം തന്നെ നല്ല നിലയിൽ നടന്നു വരികയാണ്. എന്തായാലും ഈ പ്രവൃത്തി നടക്കുന്നതോടുകൂടി ഈ റോഡിന്റെ വെള്ളക്കെട്ടിന് ഒരു ശാശ്വത പരിഹാരമാകുമെന്ന് തന്നെയാണ് ഭരണസമിതിയുടെ വിശ്വാസം. എന്തായാലും ഈ പ്രവർത്തനങ്ങൾക്ക് ഇവിടുത്തെ ആളുകളെല്ലാവരും തന്നെ നല്ല രീതിയിൽ പഞ്ചായത്തിനോടും അതുപോലെ ബ്ലോക്ക് പഞ്ചായത്തിനും നല്ല രീതിയിലുള്ള സഹകരണം നൽകിയിട്ടുണ്ട്.
ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. കൊണ്ടാഴി പാടശേഖരത്തിൽ പന്നിപ്പടക്കം പൊട്ടി പശുക്കിടാവിന്റെ തലയ്ക്ക് ഗുരുതര പരിക്ക്. കൊയ്ത്തു കഴിഞ്ഞ പാടത്ത് മേയാൻ വിട്ട പശുക്കിടാവ് പന്നിപ്പടക്കത്തിൽ കടിക്കുകയായിരുന്നു. രാവിലെ 9 മണിയോടെയാണ് സംഭവം. പാടവരമ്പത്ത് പുല്ല് തിന്നുന്നതിനിടെ പശുക്കിടാവ് പന്നിപ്പടക്കത്തിൽ കടിക്കുകയായിരുന്നു. ഉടൻ ഉഗ്രസ്ഫോടനമുണ്ടായി. അപകടത്തിൽ പശുക്കിടാവിന്റെ വായ് തകർന്നു. സൗത്ത് കൊണ്ടാഴി കിളിനിക്കടവ് സ്വദേശി സേതുമാധവന്റെ പശുക്കിടാവിനാണ് ഗുരുതരമായി പരിക്കേറ്റത്. മേഖലയിൽ പന്നിപ്പടക്കം ഉപയോഗിച്ച് പന്നികളെ പിടിക്കുന്ന സംഘം പ്രവർത്തിക്കുന്നുണ്ടെന്ന് പ്രദേശവാസികൾ പറയുന്നു. ദിവസങ്ങൾക്ക് മുമ്പാണ് പഴയന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പന്താണെന്ന് കരുതി തട്ടിയതോടെ പന്നിപ്പടക്കം പൊട്ടി വിദ്യാർത്ഥിക്ക് പരിക്കേറ്റത്. തുടർന്നുള്ള പോലീസ് അന്വേഷണത്തിൽ തൃശൂർ, പാലക്കാട് ജില്ലകളിൽപ്പെട്ട 5 മൃഗവേട്ടക്കാരെ പിടികൂടിയിരുന്നു. എന്നിട്ടും മേഖലയിൽ പന്നിപ്പടക്കം പൊട്ടിയുള്ള അപകടങ്ങൾക്ക് അറുതി വരാത്തതിൽ നാട്ടുകാർ ആശങ്കയിലാണ്. ഇത്തരമൊരു മിണ്ടാപ്രാണിയായ പശുക്കുട്ടിയാണ്. ആ പശുക്കുട്ടി പന്നിപ്പടക്കം പൊട്ടിയുണ്ടായ അപകടത്ത് വലിയ ഗുരുതരമായ പരിക്കായിട്ടിരിക്കുന്നത്. ഇത്തരം ക്രിമിനൽ സംഘത്തെ നിലയ്ക്ക് നിർത്തണം. അല്ലെങ്കിൽ ഈ കുട്ടികളൊക്കെ കൊയ്ത്ത് കഴിഞ്ഞ പാടത്തൊക്കെ ഇത്തരം പന്നിപ്പടക്കം വെച്ച് അപകടം ഉണ്ടായിരിക്കും. പശുക്കുട്ടിക്ക് അപകടം ഉണ്ടായിരുന്നു. കുട്ടികളെ കളിക്ക് പാടത്തേക്ക് ഇറങ്ങി, കുട്ടികളുടെ പ്രായമാണല്ലോ. അപ്പോൾ ഇത്തരം പാടത്തേക്ക് ഇറങ്ങി കുട്ടികൾക്ക് അപകടം സംഭവിച്ചില്ലെങ്കിൽ മരണം വരെ സംഭവിക്കും. അതൊരു വലിയ ഭീതിജനകമായൊരു കാര്യമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അപ്പോൾ ഇത് കൃത്യമായ അന്വേഷണം നടത്തി ഇത്തരം പ്രതികളെ, ക്രിമിനൽ സംഘങ്ങളെ ശിക്ഷ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നിയമപരമായ സംവിധാനം സ്വീകരിക്കേണ്ടതാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. റെയിൽവേയുടെ യശസ് ഉയർത്തിയ കേന്ദ്ര സർക്കാരിന്റെ ദീർഘവീക്ഷണമാണ് വന്ദേ ഭാരത് എന്ന് BMS സംസ്ഥാന സമിതി അംഗം രവീന്ദ്രനാഥ്. പാലക്കാട് DRKS ഡിവിഷൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഒഴിഞ്ഞുകിടക്കുന്ന റെയിൽവേ ഭൂമി വാണിജ്യ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കണമെന്നും രവീന്ദ്രനാഥ് ആവശ്യപ്പെട്ടു. കേന്ദ്ര സർക്കാരിന്റെ നവീകരണ പദ്ധതികൾ ഏവരും അംഗീകരിക്കുന്നുണ്ട്. വന്ദേ ഭാരത് പോലുള്ള പദ്ധതികൾ സമീപകാലത്ത് വലിയ മാറ്റം സൃഷ്ടിക്കും. സമരത്തിനു വേണ്ടിയുള്ള സമരമെന്നത് BMS നയമല്ല. KSRTCയിൽ മാസം ശമ്പളവും പെൻഷനും നൽകാൻ കഴിയാത്തവരാണ് ഇന്ത്യൻ റെയിൽവേക്കെതിരെ സമരത്തിന് ഇറങ്ങിയിരിക്കുന്നതെന്നും രവീന്ദ്രനാഥ് ചൂണ്ടിക്കാട്ടി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വരാനിരിക്കുന്ന നാളുകൾ തീർച്ചയായിട്ടും DRKSന്റെ നാളുകൾ തന്നെയാണ്. അതിലാകെ നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ പ്രവർത്തകർ കുറെ കൂടി സജീവമായിട്ട് നിരന്തരമായിട്ട് എല്ലാ പ്രശ്നങ്ങളിലും ഇടപെടുക എന്നുള്ളത്. ഒരു കാലഘട്ടത്തിൽ മധുവേട്ടൻ കഴിഞ്ഞ പ്രാവശ്യം പറയുന്നുണ്ടായിരുന്നു, പൊള്ളാച്ചി സ്റ്റേഷനിൽ ബൂത്തിലിരിക്കാൻ നമുക്ക് ആളില്ലായിരുന്നു. ഇപ്പോഴാണോ അല്ല കേട്ടോ, ഇതിന് മുൻപത്തെ റഫറണ്ടം നടന്നിരിക്കും. ഇത്തവണ അതല്ല അവസ്ഥ. ഇത്തവണ നമുക്ക് മിക്കവാറും എല്ലാ ബൂത്തുകളിലും ഇരിക്കാൻ നമുക്ക് ആളുകളുണ്ടായിരുന്നു. സജീവമായിട്ട് പ്രവർത്തിക്കാൻ നമുക്ക് ആളുകളുണ്ടായിരുന്നു. ബൂത്തിലിരിക്കാൻ ആളില്ലെന്നുള്ളൊരവസ്ഥയൊന്നും നമുക്കുണ്ടായിരുന്നില്ല. DRKS ഡിവിഷൻ പ്രസിഡന്റ് തുളസീദാസ് അധ്യക്ഷത വഹിച്ചു. ഡിവിഷൻ സെക്രട്ടറി ബാലകൃഷ്ണൻ, A. രാജേഷ്, സുനിൽ, മധുസൂദനൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. റംസാന് തുടക്കം. ഇനി ഒരു മാസക്കാലം മുസ്ലിം വിശ്വാസികൾക്ക് ആത്മനിയന്ത്രണത്തിന്റെയും സ്വഭാവ സംസ്കരണത്തിന്റെയും ദിനങ്ങളാണ്. കോട്ടായിൽ നിന്നുള്ള ഒരു റിപ്പോർട്ടിലേക്ക്. ശനിയാഴ്ച രാത്രി ആകാശത്ത് ചന്ദ്രക്കല ദൃശ്യമായതോടെ വിശുദ്ധ റംസാന് ഞായറാഴ്ച മുതൽ തുടക്കമായി. ഇനി ഒരു മാസക്കാലം മുസ്ലിം വിശ്വാസികൾക്ക് ആത്മനിയന്ത്രണത്തിന്റെയും സ്വഭാവ സംസ്കരണത്തിന്റെയും ദിനങ്ങളാണ്. സൃഷ്ടാവിന്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായി ജീവിതത്തിൽ ഒന്നും സംഭവിക്കാതിരിക്കാനും സമസൃഷ്ടികളായ മനുഷ്യരുടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരമായി വർത്തിക്കാനും സ്വയം നിയന്ത്രണവും തന്റെ ആവശ്യങ്ങളോടൊപ്പം അവരുടെ ആവശ്യങ്ങൾക്ക് പരിഗണന നൽകാനുമാണ് റംസാൻ നോമ്പിന്റെ മുഖ്യ ലക്ഷ്യം. സങ്കുചിതവും സ്വാർത്ഥവുമായ ലോകത്തിൽ വിശാലവും തൽപര സേവനത്തിനുമായി സ്വജീവിതം സമർപ്പിക്കാനുള്ള പ്രേരണയാണ് റംസാൻ നോമ്പ് പഠിപ്പിക്കുന്നത്. പകൽ സമയം നോമ്പും രാത്രി സമയങ്ങളിൽ പ്രത്യേക നമസ്കാരവുമായാണ് വിശ്വാസികൾ ഈ ദിനങ്ങൾ ചെലവഴിക്കുക. മുസ്ലിം ഭവനങ്ങളിലും പള്ളികളിലും സാമൂഹ്യ നോമ്പുതുറയും വ്യാപകമായി നടത്തും. കോങ്ങാട് മസ്ജിദുൽ ഹിദായ ഇമാം മുസ്തഫ മൗലവിയുടെ വാക്കുകളിലേക്ക്. റമദാൻ ആത്മസംസ്കരണത്തിൻ്റെ ആത്മവിശുദ്ധിയുടെ കാലമാണ്. പരസ്പരം സൗഹൃദം പുതുക്കിയും അതുപോലെ തന്നെ ഊഷ്മളമായ ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുത്തും ജീവിതത്തിൽ സൂക്ഷ്മതയോടുകൂടി മുന്നോട്ടു പോകേണ്ട കാലമാണ് റമദാൻ എന്ന് പറയുന്നത്. ആ റമദാനിൽ ആ നിലക്ക് മനുഷ്യൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവണം. അവർ പരസ്പരം പുതിയ കാലത്ത് വിദ്വേഷത്തിൻ്റെയും അതുപോലെ തന്നെ വൈരത്തിൻ്റെയുമൊക്കെ ഒരു കാലത്ത് പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചുമൊക്കെ മുന്നോട്ട് പോകാനാണ് റമദാനിലൂടെ എല്ലാ ആളുകൾക്കും സാധ്യമാകേണ്ടത്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. അയ്യയ്യോ ആർപ്പുവിളികൾ ഉയർന്നു. ചരിത്ര പ്രസിദ്ധമായ ചിനക്കത്തൂർ പൂരത്തിന് ആവേശ കൊടിയേറ്റം.
കഴിഞ്ഞ രാത്രി 11-നാണ് തട്ടകത്തിലെ സ്ഥാനീയരുടെ സാന്നിധ്യം വിളിച്ചു ചോദിച്ച് കൊടിയേറ്റം ആരംഭിച്ചത്. ആർപ്പുവിളികളുമായി ആവേശത്തോടെ കാത്തുനിന്ന ആയിരങ്ങളുടെ കാതിന് കുളിരായി രാത്രി 11-ന് സ്ഥാനീയരുടെ സാന്നിധ്യം ഉറപ്പിക്കുന്ന വിളിച്ചു ചോദ്യം തുടങ്ങി. കോമരത്തിന്റെ ചോദ്യങ്ങളോട് ആദ്യ 2 തവണയും നിഷേധമായിരുന്നു മറുപടി. മൂന്നാം ഊഴത്തിൽ സമ്മതം ഉത്തരമായതോടെ കൊടിക്കൂറകൾ ഉയർന്നു. ഇതോടെ ചിനക്കത്തൂർ തനിമയുടെ അയ്യയ്യോ ആർപ്പുവിളികൾ എങ്ങുമുയർന്നു. ഈ ആർപ്പുവിളികൾ തട്ടകങ്ങളിൽ ഇനിയുള്ള ദിവസങ്ങളിലെങ്ങും അലയടിക്കും. 7 ദേശങ്ങൾ ഉൾപ്പെട്ട തട്ടകത്തിൽ ഞായറാഴ്ച പറയെടുപ്പിന് തുടക്കമായി. 10-ന് പൂരത്താലപ്പൊലിയും 11-ന് കുമ്മാട്ടിയും ആഘോഷിക്കും. കുതിരകളിയും തേരും തട്ടിന്മേൽക്കൂത്തും ആനപ്പൂരവും കുടമാറ്റവും മേളവും പഞ്ചവാദ്യവും വഴിപാടുകാളകളും വെടിക്കെട്ടുമുൾപ്പെടെ ഉത്സവത്തിന്റെ സമഗ്ര കാഴ്ചവട്ടമൊരുക്കുന്ന പൂരം മാർച്ച് 12-നാണ്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. തയ്യൽ തൊഴിലാളികളുടെ മിനിമം പെൻഷൻ 5000 രൂപയാക്കി വർദ്ധിപ്പിക്കണമെന്ന് ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ഒറ്റപ്പാലം ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു. അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് പി ചന്ദ്രിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഏറ്റവും കൂടുതൽ ആവശ്യം വന്നത് പെൻഷന്റെ ബെനിഫിറ്റ് കമ്മിയായി കിട്ടിയ ആ ഒരു സങ്കടകരമായ ഒരു കാര്യമായിരുന്നു. 10, 30, 35 കൊല്ലങ്ങളൊക്കെ ക്ഷേമനിധി ആനുകൂല്യം നമ്മൾ അംശാദായം അടച്ച് നമ്മൾക്ക് അതിൻ്റെ അവസാനം പെൻഷൻ അപേക്ഷ കൊടുത്ത് 3 മാസം കാത്തിരിക്കുമ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ വരുന്ന തുക ഏറ്റവും കുറവായ ഒരു സംഖ്യ, പുറത്ത് പറയാൻ പോലും പറ്റാത്ത വളരെ തുച്ഛമായ തുകയാണ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ വന്നിരിക്കുന്നത്. സമ്മേളനത്തിൽ പ്രസിഡന്റ് PK മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. N ബാബു സ്വാഗതം പറഞ്ഞു. ഏരിയ സെക്രട്ടറി P അച്യുതൻ പ്രവർത്തന റിപ്പോർട്ടും ഖജാൻജി TS ഉദയ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. മിനിമം പെൻഷൻ 5000 രൂപയാക്കി വർദ്ധിപ്പിക്കണമെന്നും പ്രസവാനുകൂല്യം 15000 രൂപ ഒറ്റത്തവണയായി വിതരണം ചെയ്യണമെന്നും ഇരട്ട പെൻഷൻ പുനഃസ്ഥാപിക്കണമെന്നതുമുൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ പ്രമേയത്തിലൂടെ സമ്മേളനം ഉന്നയിച്ചു. KM വിനോദിനി നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ഷൊർണൂർ ഏരിയ സമ്മേളനം കുളപ്പള്ളി ബാങ്ക് ഹാളിലെ ബാൽസൻ നഗറിൽ നടന്നു. ജില്ലാ സെക്രട്ടറി കലാധരൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ സെക്രട്ടറിമാരും യൂണിറ്റ് സെക്രട്ടറിമാരും പറയേണ്ട വന്നിരിക്കുന്ന പ്രതിനിധികളായി വന്നിരിക്കുന്ന ആളുകൾ വരും. ഈ ഇരിക്കുന്ന ആളുകളുടെ എല്ലാവരുടെയും ഓരോരുത്തരുടെ വില കൽപ്പിക്കാനുണ്ട്. നിങ്ങൾ ഒരാൾ കൂടി ഇരിക്കുമ്പോൾ നിങ്ങളുടെ പിന്നിൽ 10 പേരുണ്ട്. 10-1 പ്രതിനിധികളാണ് ഇവിടെ നമ്മളോട് പങ്കെടുപ്പിക്കാൻ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ 111 ആളുകൾ. പാലക്കാട് ജില്ലാ കമ്മിറ്റി നേരത്തെ എടുത്തിരിക്കുന്ന തീരുമാനപ്രകാരമാണെങ്കിൽ 5-1 പ്രതിനിധികളാണെങ്കിൽ നമ്മൾ 200 ചില ആളുകളോട് പങ്കെടുക്കേണ്ടതുണ്ട്. ആ 111 ആളുകളിലൂടെ പങ്കെടുത്തപ്പോൾ ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപം കൊടുത്ത വർഷം ഏത് എന്ന ചോദ്യത്തിന് ഒരാൾ മറുപടിയില്ല. സമ്മേളനത്തിൽ ഏരിയ സെക്രട്ടറി ശ്രീധരൻ റിപ്പോർട്ടും ട്രഷറർ വിലാസിനി വരവ് ചെലവ് കണക്കും C പുഷ്പ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. 40 വർഷം ഈ മേഖലയിൽ പൂർത്തിയാക്കിയ 4 പേരെ ഷോളണീച്ച് ആദരിച്ചു. മുണ്ടായ യൂണിറ്റ് സെക്രട്ടറി പുഷ്പജ, പട്ടാമ്പി യൂണിറ്റ് സെക്രട്ടറി സുധാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. ചർച്ച, മറുപടി എന്നിവയും നടന്നു. കേന്ദ്ര സർക്കാർ അസംഘടിത മേഖലയിലുള്ള തൊഴിലാളികൾക്ക് ഉറപ്പു നൽകിയ ESI സ്കീം അടിയന്തരമായി നടപ്പിലാക്കണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. തയ്യൽ തൊഴിലാളികളുടെ ക്ഷേമ പെൻഷൻ തുക 1600 രൂപയിൽ നിന്ന് 5000 രൂപയാക്കി വർദ്ധിപ്പിക്കണമെന്നും 2018 ശേഷം വിരമിച്ച തയ്യൽ തൊഴിലാളികളുടെ ഇരട്ട പെൻഷൻ നിർത്തലാക്കിയത് പുനഃസ്ഥാപിക്കണമെന്നതുമുൾപ്പെടെ 10 ആവശ്യങ്ങൾ സമ്മേളനം പ്രമേയത്തിലൂടെ ഉന്നയിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. എല്ലാ വിഭാഗം ജനങ്ങളുടെയും സഹകരണത്തോടെ കേരളത്തിൽ ലഹരി വിരുദ്ധ പ്രസ്ഥാനം നടപ്പാക്കുമെന്ന് മന്ത്രി MP രാജേഷ്. ലഹരിവേട്ടയ്ക്കപ്പുറമുള്ള സാമൂഹ്യ ഇടപെടൽ എക്സൈസ് നടത്തുന്നുണ്ട്. ലഹരിക്കെതിരെ കേരളം ഒറ്റക്കെട്ടായി നിൽക്കുക എന്ന നിലപാടല്ല പ്രതിപക്ഷ നേതാവ് സ്വീകരിക്കുന്നതെന്നും മന്ത്രി.
താനും മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും തമ്മിൽ അഭിപ്രായ ഭിന്നതയുണ്ടെന്ന പ്രചരണം അടിസ്ഥാനരഹിതമെന്ന് ജനതാദൾ എസ് സംസ്ഥാന പ്രസിഡന്റ് മാത്യു ടി തോമസ്. കേരളത്തിൽ പുതിയ പാർട്ടി രൂപീകരിക്കേണ്ടി വരും. പാർട്ടിയുടെ പേരിൽ ജനതയുണ്ടാകും. ബിജെപിയുമായി സഹകരിക്കുന്ന കേന്ദ്ര കമ്മിറ്റി നിലപാട് അംഗീകരിക്കാനാകില്ലെന്നും മാത്യു ടി തോമസ്. പാലക്കാട്ട് ജനതാദൾ നേതൃയോഗം. ഒറ്റപ്പാലത്തെ വിദ്യാർത്ഥിയുടെ മൂക്കിടിച്ചു തകർത്ത സംഭവത്തിൽ പ്രതിയായ സഹപാഠിയെ പോലീസ് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടെന്ന് പരിക്കേറ്റ കുട്ടിയുടെ പിതാവ്. മകന്റെ മൊഴി ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല. പോലീസ് ഉദ്യോഗസ്ഥർ ഫോൺ എടുക്കാൻ പോലും തയ്യാറാകുന്നില്ലെന്നും രാഷ്ട്രീയ ഇടപെടലുണ്ടെന്ന് സംശയിക്കുന്നതായും പരാതി. തമ്പോല ടീമിന്റെ പിന്തുണയുണ്ടെന്ന് പറഞ്ഞ് പ്രതി നിരന്തരം മകനെ ഭീഷണിപ്പെടുത്തിയിരുന്നതായും കുട്ടിയുടെ അച്ഛൻ. ആത്മസംസ്കരണത്തിന്റെ വ്രതപുണ്യവുമായി റംസാൻ മാസത്തിന് തുടക്കം. മനസ്സും ശരീരവും പാകപ്പെടുത്തി വിശ്വാസികൾ പുണ്യമാസത്തെ വരവേറ്റു. മാസപ്പിറവി കണ്ടതോടെ പള്ളികൾ പ്രാർത്ഥനാ നിർഭരം. അയ്യയ്യോ ആർപ്പുവിളികളോടെ ചിനക്കത്തൂർ പൂരത്തിന് ആവേശക്കൊടിയേറ്റം. രാത്രിയിൽ കൊടിയേറ്റ ചടങ്ങ് നടന്നത് ആചാര തനിമയോടെ. സമ്പൂർണതയുടെ വള്ളുവനാടൻ പൂരം മാർച്ച് 12-ന്. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.